അമേരിക്കയും ഇറാനും സമാധാന കരാറിലേക്ക് നീങ്ങുന്നു എന്ന് പറയുമ്പോൾ പോലും കാര്യങ്ങൾ അത്ര പന്തിയല്ല എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. ഹോർമുസിൽ വലിയ രീതിയിലുള്ള സൈനിക വിന്യാസം അമേരിക്ക നടത്തുന്നു. ഒപ്പം തന്നെ ഇറാന്റെ ഡ്രോണുകൾ വെടിവെച്ചിട്ടതായിട്ടുള്ള വിവരവും ഇപ്പോൾ അമേരിക്ക പങ്കുവെക്കുന്നുണ്ട്. ഇറാന്റെ ഒന്നിലധികം വൺ വേ ഡ്രോണുകൾ തങ്ങൾ വെടിവെച്ചിട്ടതായിട്ട് US അറിയിച്ചിരിക്കുന്നു. അതുവഴി ഹോർമുസ് വഴി കടന്നു പോകുന്ന വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്താൻ തുനിയുമ്പോഴാണ് തങ്ങൾ അത് വെടിവെച്ചിട്ടത് എന്നാണ് അമേരിക്കയുടെ പക്ഷം. ഇതിനിടയിൽ തങ്ങൾ കരാറിന് അടുത്ത് എത്തിയിട്ടില്ല എന്ന് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി പറയുകയുണ്ടായി. ഈ പോസ്റ്റ് ട്രംപ് ഇപ്പോൾ ഷെയർ ചെയ്തിട്ടുമുണ്ട്. ഇത് കൂടാതെ തന്നെ സിരിക് തുറമുഖത്തും ഖേഷം ദ്വീപിനടുത്തുള്ള കടലിടുക്കിലുമൊക്കെ വെടിവെച്ചുകളും സ്ഫോടനങ്ങളും കേട്ടതായിട്ട് ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അമേരിക്ക പറയുന്നത് ഇത് ഇറാൻ അതുവഴി കടന്നു പോകുന്ന കപ്പലുകൾക്ക് മുന്നറിയിപ്പ് നൽകാനായി നടത്തിയ വെടിവെപ്പാണ് ഈ ശബ്ദമെന്ന് പറയുന്നത്. ഏതായാലും കാര്യങ്ങൾ അത്ര പന്തിയല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഏതായാലും ഒരു ഭാഗത്ത് സമാധാന ചർച്ച ഉടൻ കരാറിലേക്ക് എത്തുമെന്നും അത് ഉടൻ ഒപ്പുവെക്കുമെന്നൊക്കെ പറയുമ്പോൾ തന്നെ ഹോർമുസിൽ കാര്യങ്ങൾ പന്തിയല്ല എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. വീണ്ടും അവിടെ സംഘർഷം കനക്കുകയാണോ എന്നൊരു സംശയവും ഇതോടുകൂടി ഉയർന്നിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.